സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടു. വെള്ളറട സ്വദേശി അച്ചു എന്ന ബിനോയിയാണ് രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിലായിരുന്ന ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മർദ്ദന കേസിലാണ് ഇയാൾ പിടിയിലായത്. അരുൺ മോഹൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്? ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ടോം, ഇന്നലെ രാത്രിയായിരുന്നു അച്ചു എന്ന ബിനോയ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കസ്റ്റഡിയിലിരിക്കെ കാരക്കുട മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 5-ാം തീയതി ബിനോയും അംഗവും 3 പേർ ചേർന്ന് വെള്ളറട സ്വദേശിയായ സഹദേവൻ എന്ന് പറയുന്ന ഒരാളെ മർദ്ദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കേസിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്ന് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ബിനോയെ കൂടാതെ മറ്റൊരു യുവാവിനെ കൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. എന്നാൽ ഇന്നലെ രാത്രി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലിരിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാളുടെ കൈക്ക് സാരമായ ഒരു പരിക്ക് പറ്റിയതിനെ തുടർന്ന് ആയിരുന്നു ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നത്. ഇവിടെ നിന്നായിരുന്നു രക്ഷപ്പെട്ടത്. ടോം, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെള്ളറടയിലാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടത്. വെള്ളറട സ്വദേശി അച്ചു എന്ന ബിനോയിയെ കണ്ടെത്താൻ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.